ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് മഴയുള്ളതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ എന്തായാലും നല്ല വെള്ളം ഉണ്ടാവും. ഇന്നെന്തായാലും മഴയില്ല, അതുകൊണ്ട് തന്നെയാണ് ഇന്നിറങ്ങിയത്. അരീക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്തായിട്ട് പിറമാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. എറണാകുളം തൊടുപുഴ റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അരീക്കൽ പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് തന്നെയാണ്. കാരണം വേനൽക്കാലത്ത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം ഉണ്ടാകത്തില്ല, വെറുതെ പാറക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു കനാലിൽ കൂടി ഒഴുകി വന്ന് വെള്ളച്ചാട്ടമാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോയാലേ കനാലിൽ വെള്ളം ഉണ്ടാവുള്ളൂ. കനാലിൽ വെള്ളം ഉണ്ടെങ്കിലേ വെള്ളച്ചാട്ടത്തിലും വെള്ളം കാണുള്ളൂ. അതുകൊണ്ട് അരീക്കൽ പോകുന്നവർ മാക്സിമം മഴക്കാലത്ത് തന്നെ പോവുക. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സേഫായിട്ടൊക്കെ കുളിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് മഴയുള്ള ടൈമിന് പോയാലും അവിടെ വലിയ വിഷയമില്ല. അരീക്കൽ പോകുമ്പോൾ മാക്സിമം ബൈക്കിനൊക്കെ പോകാൻ ശ്രമിക്കുക. കാരണം അതൊരു ചെറിയ ഒരു ഇടവഴിയിലാണ് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ പേ ചെയ്യാൻ പാർക്ക് ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും ഈ ഒരു വെള്ളച്ചാട്ടം ഈ മഴക്കാലത്ത് ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാർക്കിംഗ് ഒക്കെ കുറവാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ബൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണേലും വെച്ചിട്ട് പോവാം. നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ 1 ഡേ ട്രിപ്പിന് ഉൾപ്പെടുത്താൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. കാരണം വെച്ചാൽ വെള്ളച്ചാട്ടത്തിൽ മാത്രമല്ല, അടുത്തടുത്തായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒന്നിച്ച് കയറി പോകാൻ വേണ്ടി ഈ ഒരു വെള്ളച്ചാട്ടം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളെന്തായാലും ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന അരീക്കൽ വെള്ളച്ചാട്ടം കൊച്ചരീക്കൽ കേവ്സുമാണ്. കൊച്ചരീക്കൽ കേവ്സ് പണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളെ അങ്ങോട്ട് പോയിട്ട്, അതെന്തായാലും ഇന്ന് ഒന്നുകൂടി പോകാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് എല്ലാം ഇതുപോലെ പാടത്തൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ എന്തായാലും നല്ല വെള്ളം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ടാവും. അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ നമ്മളെപ്പോഴും പോകുമ്പോൾ രാവിലെ പോകാൻ നോക്കുക. വീക്കെൻഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിരാവിലെ പോവുക. കാരണം എന്ന് വെച്ചാൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഏർലി മോർണിംഗ് ആണെങ്കിൽ തിരക്കുണ്ടാകത്തില്ല. നമ്മൾ കുറച്ച് വൈകിയാകും പോകുന്നതെങ്കിൽ തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളെന്തായാലും സൺഡേ പോകുന്നതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. എന്തായാലും അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ല. റോഡ് സൈഡിൽ ഇതുപോലെ ഒത്തിരി വണ്ടികൾ കിടക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ബൈക്കിനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകാം. കാറ് വരുമ്പോൾ നമുക്ക് കാറിൻ്റെ സേഫ്റ്റിയും കൂടി നോക്കേണ്ടി വരും. നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തിട്ട് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി. അവിടെ ഒരുപാട് സൈൻ ബോർഡ്സൊക്കെ വെച്ചേക്കണം. കുട്ടികളുടെ ഡയപ്പറും വേസ്റ്റും ഒന്നും വലിച്ചെറിയരുതെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം വന്ന് വീഴുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ കാണാം എന്തോരം ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതെന്ന്. നമ്മൾ താഴേക്ക് നടന്ന് ചെല്ലുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ തട്ടായിട്ട് വീഴുന്നത്. ഒരു കനാലായിട്ട് ഒഴുകി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വെള്ളച്ചാട്ടമായിട്ട് പിന്നെയും തിരിച്ച് കനാലായിട്ട് തന്നെയാണ് താഴത്തേക്ക് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറാനൊക്കെ ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. പുതിയതായിട്ട് ഒരു ടോയ്ലറ്റൊക്കെ പണിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പാറയുടെ മേളിലും കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക. കാരണം വഴുക്കലുണ്ട്. താഴത്തേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകത്തൊന്നുമില്ല, അത്രയും വെള്ളമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും കല്ലിലൊക്കെ ഇടിച്ച് പരിക്കുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്നവർ മാക്സിമം സൂക്ഷിക്കുക. ഇവിടെ അടുത്തുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ദൂരത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒത്തിരി ദൂരെ നിന്നുള്ള ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഈ റീൽസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് കുളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങിയ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഫ്ലോ കുറഞ്ഞ് കനാലിൽ കുളിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന് കുളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൈവസി കിട്ടത്തില്ല. കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി നിന്ന് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ പോലെ സമാധാനത്തിൽ നിന്ന് കുളിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ താഴെ നിന്ന് കുളിക്കുന്നത്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ചാട്ടമില്ലെങ്കിലും ഒഴുക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേ ചെയ്യാൻ പാർക്ക് ഫെസിലിറ്റി ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടെ വണ്ടികൾ ഇട്ടിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാം. അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കൊച്ചരീക്കൽ കേവ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഡയറക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വഴിയൊന്നും എടുത്ത് പറയാത്തത്. ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ കറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരുപാട് വലിയ മരങ്ങൾ
പടർന്ന് കയറിയിട്ടുള്ള ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലും ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഈ എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം അത്ഭുതം തന്നെയാണ്. ഒത്തിരി വലിയ മരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെ കുളിക്കാനൊരു കുളമുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അരീക്കൽ വെള്ളച്ചാട്ടം പോലെ അത്ര ഫ്രഷ് ആയിട്ടുള്ളൊരു വെള്ളമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒഴുക്ക് കുറവുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അഴുക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ അത്ര നിർബന്ധമുള്ളവർ മാത്രമേ ഇവിടെ ഇറങ്ങി കുളിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് കുളിക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പം മലിനമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്ന പോലെ ഇവിടെ അധികം ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടവും കൊച്ചരീക്കൽ കേവ്സും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.